അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പെട്ടെന്നുള്ള ബലാഅുകളും മുസീബത്തുകളും അതല്ലെങ്കിൽ പെട്ടെന്നുള്ള ബേജാറാക്കുന്ന പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ ഉതകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഇതിൻ്റെ ശ്രേഷ്ഠത വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മാമിൻ അബ്ദിൻ യഖൂലു ഫി സ്വബാഹിൻ കുല്ല യൗമിൻ വ മസാഇൻ കുല്ല ലൈല ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം സലാസ മറ ഫയളുറുഹു ഷൈഉൻ. മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ ഒരു ദിവസത്തിൻ്റെ വൈകുന്നേരവും അതിൻ്റെ പകലും അതിൻ്റെ പ്രഭാതത്തിലും വൈകുന്നേരത്തിലും ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ആ ഒരു മന്ത്രം, ആ ഒരു ദിക്ർ 3 തവണ ചൊല്ലുകയാണെങ്കിൽ അവന് ഒരു വസ്തുവും അവൻ ആ ദിവസം ബുദ്ധിമുട്ടാക്കുകയില്ല. റവാഹു തുർമുദി, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ആ മന്ത്രം, ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്നതാണ്. ഇത് പലപ്പോഴും നമ്മൾ ഹദ്ദാദൊക്കെ ഓതുന്ന ആളുകളാണെങ്കിൽ ഇത് ആ ഹദ്ദാദിൽ നമ്മൾ ചൊല്ലാറുള്ളതാണ്. പക്ഷേ ഓരോ ദിക്കറുകളുടെയും പ്രത്യേകത എന്തെന്നാൽ ആ ദിക്കറുകളുടെ ഫളിലുകളും ശ്രേഷ്ഠതകളും മനസ്സിലാക്കി ചൊല്ലുമ്പോഴേ പൂർണ്ണമായി അതിൻ്റെ ഫായിദ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ദിക്കറിൻ്റെ ഫായിദ വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ്. നമുക്കറിയാം, നമുക്കൊക്കെ പലപ്പോഴും പല പ്രതിസന്ധികളിലും അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ബേജാറാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പൊടുന്നനെ ഉണ്ടാകാറുണ്ട്, ഓരോ ദിവസവും ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മന്ത്രവും കൂടിയാണ്, ഒരു തന്ത്രവും കൂടിയാണിത്. ഇത് ചെല്ലേണ്ട ഒരു പ്രത്യേക രീതി ചില മഹത്തുക്കളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ. ആ ഷൈഉൻ എന്ന് പറയുന്ന സമയത്ത് എന്ത് പ്രതിസന്ധിയിലാണോ നമ്മൾ അകപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് ബേജാറാക്കുന്ന പേടിപ്പെടുത്തുന്ന സാഹചര്യത്തിലാണോ നമ്മൾ അകപ്പെട്ടിട്ടുള്ളത്, അത് നമ്മൾ ആ സമയത്ത് ഷൈഉൻ എന്ന് പറയുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ കരുതുക. ഈ 3 തവണ ചെല്ലുമ്പോഴും ആ ഷൈഉൻ എന്ന പറയുന്ന സമയത്ത് നമ്മളുടെ ഈ പ്രതിസന്ധി, ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിൽ കരുതി കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് തന്നെ തീർച്ചയായും ഇതിൻ്റെ സഹായം, ഇതുകൊണ്ടുള്ള സഹായം എനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു ശുദ്ധ വിശ്വാസത്തോടു കൂടി നമ്മളിത് 3 തവണ ആ പ്രതിസന്ധി വേളയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രതിസന്ധിയെ മറികടക്കാനാകും. ആ ബുദ്ധിമുട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇത് പതിവാക്കുവാനും അതുപോലെ ദിക്റുകളുടെയും മറ്റ് തസ്ബീഹുകളുടെയും മന്ത്രങ്ങളുടെയൊക്കെ ഫളിലുകളും ശ്രേഷ്ഠതകളും മനസ്സിലാക്കി അത് ചൊല്ലുവാനൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിക്കല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പതിവാക്കണം. വളരെയേറെ പരീക്ഷിച്ച് ഫലം കണ്ടെത്തിയിട്ടുള്ള ഒരു ദിക്റിൻ്റെ മന്ത്രമുറ കൂടിയാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.